അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2-3 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് വീട്ടിലൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുണ്ട്, ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളുണ്ട്, നമ്മൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുണ്ട്, പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. രാവിലെയുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കല. അന്ന് ഉച്ചയ്ക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് വറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ ബാക്ക് ടു ബാക്കായിട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ വറുക്കാനുള്ളത് കൂടെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് അച്ചിക്ക് നല്ലൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേനും. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കലാണ് കേട്ടോ. പിന്നെ പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല. അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല നങ്ക് മീനാണ് കേട്ടോ പൊരിക്കാനുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെമ്മീനില്ലേ, അതുകൂടെ ഉണ്ടേനും. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. മീൻ മുറിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സിമ്പിളായിട്ട് ഒരു മിനി വ്ലോഗ് പോലെ ചെയ്തിട്ടില്ല എന്നിട്ടാ ഈ ഒരു വീഡിയോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ കുറച്ച് ദിവസമായില്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസ്റ്റാർട്ട് പോലെ ചെയ്തെടുത്തിട്ടില്ല എന്നിട്ടാ ഇത്. പിന്നെ നമ്മുടെ മീൻ മുറിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിട്ടുണ്ടേനും. അപ്പോൾ നമ്മൾ പൂച്ചക്ക് മീൻ ഇട്ട് കൊടുത്താൽ എന്നിട്ടാ പ്ലേറ്റിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇട്ട് കൊടുത്താൽ. പക്ഷേ അത് എന്താ പറയുക, അതിൻ്റെ തനി സ്വഭാവം കാണിച്ചിട്ട് പുറത്തിട്ടിട്ട് മീൻ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. തേങ്ങ വറുത്തരക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തലേന്ന് ബാക്കിയുള്ള മത്തി മുളകിട്ട കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ചൂടാക്കി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ചോറും കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് എൻ്റെ ഒരു ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ വീട്ടിലൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഈ ഒരു ഭാഗത്താണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു പോണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ പപ്പയും മക്കളും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ളിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടേനും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ. പിന്നെ എൻ്റെ കുളിയും നിസ്കാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോള് പറഞ്ഞ് സാമ്പാറായതുകൊണ്ട് തന്നെ ഇലയിൽ ചോറ് തിന്നണമെന്ന് പറഞ്ഞിട്ട് വാഴയില ഇങ്ങനെ ഓൾക്ക് മാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് തിന്നേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പച്ചമോരുണ്ടേനും. അപ്പോൾ അതിൽ ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു തലശ്ശേരി അച്ചാറുണ്ട്, മാങ്ങ അച്ചാറില്ലേ, അതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കറികളും പൊരിച്ചതും വറവും എല്ലാം കൂട്ടിയിട്ട് ചോറ് തിന്നലാണ് കേട്ടോ. ഞാനില്ലേ എല്ലാ ദിവസവും വീട്ടിൽ ചോറ് ഉണ്ടാക്കലില്ല. വല്ലപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചോറും കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളത്. സാധാരണ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ സാധാ ചോറും കറികളൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കൽ. രാവിലെ ബാക്കി വന്ന നാസ്തയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ലഞ്ചിൻ്റെ സമയത്ത് കഴിക്കല. പക്ഷേ ഇങ്ങനെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഉണ്ടാവൽ. അങ്ങനെ ചോറ് നിന്നെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കത്തിക്കാനുള്ള പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറമ്പിൽ കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഒരു വലിയ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴ വന്ന് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ പോണ്ടിൻ്റെ പണിയില്ലേ, അത് വൈകുന്നേരം കാര്യമായിട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി അന്ന് ഉപ്പയും മക്കളും കൂടെ ആ ഒരു പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇതിൽ വലിയൊരു റോളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉള്ളിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും, പോവും, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിമെൻറ്റിൻ്റെ എന്തൊക്കെയോ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അന്ന് രാത്രി ചിക്കൻ ഫ്രൈയും പിന്നെ ഗോതമ്പ് ദോശയില്ലേ, അത് വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാനിവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരവിടെ മുറ്റത്ത് അവരെ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ നമ്മൾ പാരൻസും ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഫോണ്, ടാബ്, TV ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളെ സ്വന്തമല്ലേ, അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രാത്രിക്കത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. കണ്ണൂരാണ് കേട്ടോ പോകാനുള്ളത്. ഹ്യുണ്ടായിൻ്റെ ഷോറൂമിൽ കണ്ണൂർ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. മോനെ ഇങ്ങൾക്കൊന്ന് കേൾക്കണ. പിന്നെ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഇതിന് മുന്നേ പറഞ്ഞ വർത്താനമില്ലേ, അതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ കേട്ടോക്ക്. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് മാത്രം കരയുന്നൊരു കാക്ക ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ഞാൻ വോയിസ് എടുക്കുന്നേരം കാക്ക കരയും, ചിലപ്പോൾ അപ്പുറത്ത് പട്ടി കുരക്കും. ഇങ്ങനത്തെ എല്ലാം സത്യമായിട്ട് 2-3 പ്രാവശ്യം ഒക്കെ കൊടുത്തിട്ടായിരിക്കും കേട്ടോ വോയിസ് നന്നാവൽ. ഇത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റുന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇടങ്ങാറ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉള്ളൊരു ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്കാണ് കേട്ടോ നമുക്ക് അവിടെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ടായിരുന്നത് ഡോറിൽ. അപ്പോൾ അതൊന്ന് പെയിൻറ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിനുള്ള സൈനും കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. പിന്നെ വണ്ടി അപ്പം തന്നെ കിട്ടൂല, 2 ദിവസം അവിടെ വെച്ച് അങ്ങനെയാണ് കേട്ടോ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി സർവീസിന് കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിന്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ നിന്ന് കുറച്ചപ്പുറത്താണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. എപ്പോൾ വണ്ടിയിൽ കാറിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഉണ്ടാവൽ. അങ്ങനെ നമ്മളെ ബസ് വന്ന് നമുക്കൊന്ന് സെക്യൂര സെൻറ്ററിൽ നെസ്റ്റോയിലൊന്ന് പോകാനുണ്ടായിരുന്നു. കണ്ണൂർ വരെ എത്തിയിട്ട് എങ്ങനെയാണ് ഒന്ന് നെസ്റ്റോയിൽ കയറാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നെസ്റ്റോയിലൊന്ന് കയറുന്നുണ്ട്. അപ്പോൾ നെസ്റ്റോ വരെയുള്ള ആ ഒരു ബസ് വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നെസ്റ്റോയിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും കണ്ണൂർ വരെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാലും നെസ്റ്റോയിൽ കയറി കഴിഞ്ഞാൽ കീശ കീറാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ഈ ഒരു നെസ്റ്റോൻ്റെ പ്രത്യേകത. അത് നെസ്റ്റോയിൽ വന്നവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അന്നും നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ എല്ലാതും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എറക്സിൻ്റെ ലിക്വിഡില്ലേ, ലിക്വിഡ് എന്താ പറയുക, അലക്കുന്ന ലിക്വിഡ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു വാഷിംഗ് ലിക്വിഡ്. അങ്ങനെ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പല പല വെറൈറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണാം, പല വിലകളിലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ളത് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ തിരിച്ച് ബസ്സിനാണ് പോകുന്നത്. ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കവും നാരങ്ങ, പിന്നെ അതേപോലെ തന്നെ നെല്ലിക്ക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ട് നെസ്റ്റോയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
നമ്മളെ വണ്ടി 9 മണിക്കാണ് സർവീസിന് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ 9 മണിക്കൊക്കെ എത്തി. ഒരു 9:45 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബസ്സിനേറി ഒരു 10 മണി ആ ഒരു സമയമായിട്ടുണ്ടാവും കേട്ടോ നമ്മളിവിടെ നെസ്റ്റോയിൽ എത്തുന്ന സമയത്ത്. അവിടുത്തെ സ്റ്റാഫ് പോലും മര്യാദയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കാനൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രഷ് ജ്യൂസ് ഇല്ലേ അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കെട്ടിവലിച്ച് നമ്മൾ ബസ്സിന് പോകണം. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നമ്മൾ ഇങ്ങനെയുള്ള ചില അവസരങ്ങളിലാണല്ലേ നമ്മൾ നമുക്ക് പടച്ചോന് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വല്ലാണ്ടങ്ങ് ഓർത്തു പോകാനുള്ളത്. നമുക്ക് അൽഹംദുലില്ലാ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും അറിയേണ്ടത് തന്നെ ഇല്ല. നമ്മളിപ്പോൾ സാധനം വാങ്ങുന്ന നേരെ വണ്ടിയിലിട്ട് കൊണ്ടുപോവുക അങ്ങനെയല്ലേ ചെയ്യൽ. ഇതിപ്പോൾ സാധാരണ എല്ലാവർക്കും വണ്ടി ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. വണ്ടി ഇല്ലാത്തവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അസുഖങ്ങൾ വന്ന് കിടക്കുന്നോ ഒന്നും ആലോചിക്കൂല. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മൾ അയ്യോ ആരോഗ്യമുള്ള സമയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ. പണം ഇല്ലാത്തപ്പോഴായിരിക്കും നമ്മൾ പണമുള്ള സമയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു അന്ന് കഴിഞ്ഞ സന്തോഷത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യർ അങ്ങനെയാണല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ദാ നമ്മൾ വളരെ വേണ്ടപ്പെട്ട അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നല്ലൊരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ബെഡ്ഷീറ്റിന് നല്ല പേസ്റ്റൽ കളേഴ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ 1199 രൂപയാണ് അതിൻ്റെ MRP കാണുന്നത്. പക്ഷേ അവിടെ ഓഫറിൽ വെച്ചിട്ടുള്ളത് 399 ആണ്. അപ്പോൾ നല്ല ഓഫറല്ലേ. അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് ഒരു ബെഡ്ഷീറ്റ് കൂടെ എടുത്തിട്ടുണ്ടേന്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ആവശ്യമില്ലെങ്കിലും ഒന്നും വാങ്ങിയില്ലെങ്കിലും നിർബന്ധമായിട്ടും എത്തിപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില ഏരിയകളുണ്ട്. ആ ഒരു ഏരിയകളിൽ എല്ലാതും ഒന്നിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോകാമെന്നിട്ടാണ് ചെയ്യൽ. ഇഷ്ടപ്പെട്ട കണ്ണിലടക്കിയ ചില സാധനങ്ങൾ മാത്രം തൊട്ടും തലോടിയും അങ്ങനെ പോകല. ഇങ്ങനത്തെ നമ്മളെ കിച്ചൺ ഐറ്റംസും നല്ല വെറൈറ്റി ഓഫ് സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറയാലോ എന്നെ അവിടുന്ന് ആരെങ്കിലും ഇങ്ങനെ വലിച്ചു കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഈ ഒരു സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണാനും ഇഷ്ടമാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനും ഇഷ്ടമാണ്. നമുക്കിങ്ങനെ എടുക്കണമെന്ന് തോന്നും, പക്ഷേ എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുക്കണ്ട. എന്നാലും ജസ്റ്റ് എല്ലാം കൂടെ ഒന്നിങ്ങനെ നോക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ഗ്ലാസും പാത്രങ്ങളും സ്പൂണുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ നെസ്റ്റോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടമ്മമാരും. അധിക വീട്ടമ്മമാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും ഉപയോഗിക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ മക്കൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അന്ന് ഞാനതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ ബസ്സിന് പറ്റൂലല്ലോ. അപ്പോൾ ഇത് അങ്ങനത്തെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 119 രൂപയാണ് കേട്ടോ ആ ഒരു ബോക്സിനും കണ്ടെയ്നറിനൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുട്ടികളെ ബാഗും ലഞ്ച് ബോക്സും കുട്ടികളുടെ സ്കൂൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
അങ്ങനെ അവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴത്തേക്ക് പിന്നെ സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ബില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാതെയാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടേനും. പിന്നെ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അതിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് നമ്മളിതാ ചൂട് പൊറോട്ടയും മീൻകറിയും വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കലാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരാന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ ദാ 3-4 ദിവസം എടുത്തിട്ടാണ് കേട്ടോ നമ്മളെ മുറ്റത്തുള്ള പൂണ്ടും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ മുറ്റം കുഴിച്ച് നന്നായിട്ട് കെട്ടി ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സിമെൻ്റ് ഇട്ട് നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം വൈറ്റ് സിമെൻ്റ് ഇല്ലേ അതുകൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വെയിൽ കൊണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഈ ഒരു പെയിൻറ്റ് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിൻ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതും കൂടെ അടിച്ചിട്ട് ഒരു ഡബിൾ കോട്ടൊക്കെ അടിച്ചിട്ട് എന്താ പറയുക നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു വെള്ളത്തിൻ്റെ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചിക്ക അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മീനൊക്കെ ഇട്ട് സെറ്റാക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴൻ്റെ ഇതില്ലേ വാഴൻ്റെ എന്തെല്ലോ സംഭവങ്ങളൊക്കെ അതിലിട്ടിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോക്കിയിട്ടുണ്ടേനും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളവിടെ ഈ ഒരു സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മീനൊന്നുമില്ല, കുറച്ച് മീൻ മാത്രം അതിലിട്ടിട്ട് ഫസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് മീനിനെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അച്ചിക്കയും മക്കളും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും ബൈ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.